Welcome, dear students, to my new subject. Our new subject is managerial economics. First, we have to understand the term economics. Have you heard about economics? You have already studied it in your plus 2 classes. What do you mean by economics? Economics is the study of wealth. Paul A. Samuelson says that economics is a queen of social sciences. Economics is a queen of social sciences. Economics deals with society and the aspects of human behavior. So it is the queen of social sciences. The word economics is derived from the two Greek words oikos and nomos. Oikos means house, nomos means management. The word economics is derived from the two words oikos and nomia. According to J.S. Mill, economics is the practical science of production and distribution of wealth. The practical science of production and distribution of wealth. It is the study of how people produce and spend income. അപ്പോൾ ഇക്കണോമിക്സ് നമ്മൾ മാനേജറിയൽ ഇക്കണോമിക്സ് പഠിക്കുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് വി ഹാവ് ടു ലേൺ ദ ടേം ഇക്കണോമിക്സ്. Generally, the term economics is the study of wealth. ഇക്കണോമിക്സ് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, രണ്ട് ഗ്രീക്ക് വേർഡ് ഓയിക്കോസ് ആൻഡ് നോമോസ് എന്നുള്ള രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, ഹൗസ് മാനേജ്മെന്റ് എന്നാണ് അതിന്റെ മീനിങ്, അതിൽ നിന്നാണ് ഈ ഇക്കണോമിക്സ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. J.S. മില്ല് പറയുന്നത് പ്രകാരം ദ പ്രാക്ടിക്കൽ സയൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, വെൽത്തിന്റെ ആ ഒരു പ്രാക്ടിക്കൽ സൈഡാണ് ഇക്കണോമിക്സിൽ പറയുന്നത്. എങ്ങനെയാണ് പ്രാക്ടിക്കൽ സയൻസ് ഓഫ് പ്രൊഡക്ഷന്റെയും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അതിനെക്കുറിച്ചുള്ള അതിന്റെ പ്രാക്ടിക്കൽ സയൻസ് ആണ് J.S. മില്ല് ഇക്കണോമിക്സിനെ കുറിച്ച് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ പ്രൊഡ്യൂസ് ആൻഡ് സ്പെൻഡ് ഇൻകം. ഇക്കണോമിക്സിലൂടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഹൗ പീപ്പിൾ പ്രൊഡ്യൂസ് ആൻഡ് സ്പെൻഡ് ഇൻകം, എങ്ങനെയാണ് പീപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്, എങ്ങനെയാണ് ഇൻകം സ്പെൻഡ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇക്കണോമിക്സ്. What was the relevance of economics in a business? What was the relevance of economics in business? We have already learned that business environment is always changing. What are the different changes taken place in the environment? What are they? Technological changes, economical changes, political changes, and so on. These are the various changes taken place in our business environment. Business are always changing. അല്ലെ, ബിസിനസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് മാറ്റങ്ങളാണ്. In order to change according to the situations in the business, we should understand the economical തിയറീസ്. അല്ലെ, ഇപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറണമെങ്കിൽ ഇക്കണോമിക്സ് തിയറി നമുക്ക് ആവശ്യമാണ്. എന്താണ് ഇക്കണോമിയിൽ നടക്കുന്നത് നമ്മൾ അറിഞ്ഞാലാണ് ആ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ലോജിക് ചോയ്സ് ബിറ്റ്വീൻ സ്കേഴ്സ് റിസോഴ്സസ് ആൻഡ് അൺലിമിറ്റഡ് വാണ്ട്സ്. നമ്മുടെ ആവശ്യങ്ങൾ, എവറി ഹ്യൂമൻ ബീയിങ് ഹാസ് എ നമ്പർ ഓഫ് വാണ്ട്സ് ഓർ ഡിസയേഴ്സ്, ബട്ട് അവർ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരെണ്ണം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അവർ നെക്സ്റ്റ് നീഡ് ഓർ വാണ്ട് എറൈസസ്. അല്ലെ, അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു എന്താ പറയാ അൺലിമിറ്റഡ് ആണ് ഹ്യൂമൻ ബീയിങ്സിന്റെ വാണ്ട്സ്. ഒരെണ്ണം നിറവേറി കഴിയുമ്പോഴത്തേക്കും അടുത്തത് സ്റ്റാർട്ട് ആവാണ്. പക്ഷെ നമുക്കുള്ള റിസോഴ്സസ് അല്ലെ, റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ജനറലി വാട്ട് ആർ ദ റിസോഴ്സസ്? മെറ്റീരിയൽ, മണി, എക്സെട്ര. അപ്പൊ ഇതെല്ലാം ലിമിറ്റഡ് ആണ്, നമുക്കുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, പക്ഷെ നമുക്കുള്ള ആഗ്രഹങ്ങൾ ഒരുപാടാണ്. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു ചോയ്സ് ആണ്. എങ്ങനെയാണ് നമ്മുടെ അൺലിമിറ്റഡ് വാണ്ട്സ് സ്കേഴ്സ് റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമുക്കത് പരിഹരിക്കാൻ പറ്റുക, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ലോജിക് ചോയ്സ് ആണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ലോജിക് ചോയ്സ് ബിറ്റ്വീൻ സ്കേഴ്സ് റിസോഴ്സസ് ആൻഡ് അൺലിമിറ്റഡ് വാണ്ട്സ്. Economics is to get the answers to the basic questions of an economy, such as what to produce, how to produce, and for whom to
produce. Economics gives answers to various questions such as what to produce. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ എൻവയോൺമെന്റിൽ എന്താണ് നമുക്ക് ഇപ്പോഴത്തെ ഡിമാൻഡ് ഉള്ളത്, ഹൗ ടു പ്രൊഡ്യൂസ്, ഇതെങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, ആൻഡ് ഹൂം ടു പ്രൊഡ്യൂസ്, നമ്മൾ ആർക്കാണ്, നമ്മുടെ കൺസ്യൂമേഴ്സ് ആരാണ്, ഇത്രയും കാര്യങ്ങൾക്കുള്ള ആൻസേഴ്സ് നൽകുന്ന ഒന്നാണ് ഇക്കണോമിക്സ്. ഇക്കണോമിക്സ് ഈസ് ദ സോഷ്യൽ സയൻസ് ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ, distribution and consumption of goods and services. ഇക്കണോമിക്സ് എന്ന് പറയുന്നത് മാൻകൈൻഡിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അവരുടെ ആ ഹ്യൂമൻ ബിഹേവിയർ അല്ലെ, സ്കേഴ്സ് റിസോഴ്സസും അൺലിമിറ്റഡ് വാണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സോഷ്യൽ സയൻസ് ആണ് ഇക്കണോമിക്സ്. ഇതിനകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റുകൾ, വാട്ട് ആർ ദ ഡിഫറെന്റ് സബ്ജക്ട്സ് ഡീൽസ് വിത്ത് അണ്ടർ ഇക്കണോമിക്സ്? Production, distribution and consumption of goods and services. First we have to produce, then after production we have to distribute the product for the consumption of ഹ്യൂമൻ ബീയിങ്സ്. ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർക്ക് വേണ്ടി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അവരത് കൺസ്യൂം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആസ്പെക്ട്സുകളാണ് ഇക്കണോമിക്സിൽ ഉള്ളത്. Then the definition of economics may be broadly divided into 4. 4 തരത്തിലാണ് ഇക്കണോമിക്സിന്റെ ഡെഫിനിഷനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ വെൽത്ത് ഡെഫിനിഷൻ, സെക്കൻഡ് വൺ വെൽഫെയർ ഡെഫിനിഷൻ, തേർഡ് വൺ സ്കാർസിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ. We can learn it in another session.